സ്ത്രീകൾക്ക് പൈസ തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. സ്ത്രീകൾക്കുള്ള സൗജന്യം സ്ത്രീകൾ അനുഭവിക്കുക. അങ്ങനെ അവർക്ക് അത്രയും വിഷമമുണ്ടെങ്കിൽ അവരതിൽ കയറാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ പോയിട്ട് ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ് എന്ന് പറയേണ്ടി വരരുത്. ഞാൻ സ്ത്രീയാണ്, അത് തന്നെ ധാരാളമാണ്. നമുക്ക് KSRTC അങ്ങനെ ഒരു സംഭാവന വാങ്ങാനുള്ളൊരു സിസ്റ്റം ഇപ്പോൾ ഇല്ല. നമുക്ക് ആലോചിക്കാം. വാങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനെ വാങ്ങാൻ പറ്റില്ല. അതിനുള്ള അധികാരം കണ്ടക്ടർക്ക് ഇല്ലല്ലോ. ഏത് സ്ത്രീയുടെ അടുത്ത് വാങ്ങും? അപ്പം അതൊക്കെ വലിയ കൺഫ്യൂഷൻ. നമ്മൾ വിചാരിക്കുന്ന തന്നെ സിമ്പിളല്ല. അത് നമ്മൾ വിചാരിക്കുന്ന ലളിതമല്ല. അത് അങ്ങനെ ചെയ്യാതെ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ നിന്ന് വാങ്ങിച്ചു, വേറൊരു സ്ത്രീയുടെ നിന്ന് വാങ്ങിച്ചില്ല. അതൊക്കെ പിന്നെ ബസ്സിനകത്ത് വലിയ പ്രോബ്ലംസ് ഉണ്ടാകും. അത് 3200 കോടി രൂപയുടെ ലോണാണ് SBIയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 10.1%. അതിൽ 2700 ഇപ്പോൾ ഉള്ളൂ, കാരണം അടഞ്ഞ് പോകുന്നുണ്ട്. അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് KSRTC D കാറ്റഗറിയിലായിരുന്നു ഈ അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ BB കാറ്റഗറിയായി. അപ്പോൾ അത് BB കാറ്റഗറി D കാറ്റഗറിയേക്കാളും നല്ലതാണ്. ആദ്യം B, പിന്നീട് BB ആയി. ഇനിയിപ്പോൾ 3B ആയിട്ട് പിന്നെ A ആവണം. അപ്പോൾ ഞങ്ങളിപ്പോൾ SBIയുമായിട്ട് വിശദമായിട്ടുള്ള ചർച്ച നടന്നു കഴിഞ്ഞു. അതനുസരിച്ച് ഇപ്പോൾ 20 കൊല്ലത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ശ്രമിക്കുന്നത് 20-ന് അതിൻ്റെ ഡ്യൂറേഷൻ നീട്ടാനും പലിശ കുറയ്ക്കാനുമാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറയാം, 1.9 കോടി രൂപ പലിശയായിട്ട് നമ്മൾ ഡെയിലി അടയ്ക്കുന്നുണ്ട്. 1.9. അപ്പോൾ അത് 20 വർഷം എന്നുള്ളത് 30 ആക്കിയാൽ അത് കുറയുമല്ലോ. 10 എന്നുള്ളത് 9 ആയാൽ കുറയും. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് ഇതിനിടയിൽ തന്നെ നമ്മളിപ്പോൾ 1 മാസം ആയില്ലല്ലോ, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ RTCക്ക് മാത്രം